തട്ടുകളാണ് ഇപ്പോൾ വീഡിയോ നടത്തിയിരിക്കുന്നത്. 1-2 രൂപയുടെ അല്ല, കോടിയുടെ ഇടപാട്, 20 കോടിയുടെ ഇടപാടുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല വിദേശത്തേക്ക് പണം അയച്ചത്, ദുബായിലേക്ക് പണം അയച്ചതിന്റെ അടക്കം രേഖകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അത്രത്തോളം ഗൗരവം പിടിക്കുന്നത്. ഇന്നത്തെ ദിവസം ED പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതും ഗുരുതര സ്വഭാവമുള്ളതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ EDയുടെ പ്രസ് റിലീസിൽ വന്നിട്ടുള്ളത്. ഈ മാസപ്പടി അഴിമതി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ചയായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്ന ആ സമയം മുതൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ശശിധരൻ കത്തയുമായി ബന്ധപ്പെട്ട് കരിമണൽ കത്ത എന്ന് പറയുന്ന കരിമണൽ കമ്പനിയുമായി CMRനുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത് നമുക്ക് അന്ന് ഒരു പീരീഡിൽ അന്വേഷിച്ചതിന്റെ എമൗണ്ട് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ആദ്യഘട്ടം മാസപ്പടി അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വന്നത്. പക്ഷേ പിന്നീട് ഇതിന്റെ ഓരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഇതിന്റെ ആഴത്തിലേക്ക് വലിയ അഴിമതിയും കൊള്ളയും നടന്നിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ, കുടുംബാംഗം എന്ന നിലയിൽ, മുഖ്യമന്ത്രിയുടെ സ്വാധീനം പ്രയോഗിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ ആ സമയത്തെല്ലാം വലിയ തുകകൾ ഇവർ സമാഹരിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനന്ന് പറഞ്ഞത്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. കാലാന്തരേണ ഇതിന്റെ യാഥാർത്ഥ്യവും സത്യവും പുറത്തു വരുമെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞതിന് എന്നെ വ്യക്തിപരമായി വേട്ടയാടാനാണ് അന്നത്തെ ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയൻ സർക്കാരും അതുപോലെ CPM എന്ന പാർട്ടിയും തയ്യാറായി. ഒരുപാട് വട്ടം നിയമസഭയിൽ അടക്കം ഈ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒക്കെ ഇടയായപ്പോൾ CPM എന്ന പാർട്ടി വളരെ കൺസിസ്റ്റന്റ് ആയി പറഞ്ഞിരുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഇത് സുതാര്യമായ ഇടപാടാണ്, ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കൊണ്ട് അവർ പറയിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പിണറായി വിജയന്റെ കുടുംബം നടത്തിയ കൊള്ളയെ ന്യായീകരിച്ച് അതിന് കാവൽ നിന്നും അതിന് കുടപിടിച്ചുമാണ് ഇന്നത്തെ നിലയിലേക്ക് CPM അതപ്പതിച്ചത്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്ന് ED പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് സൂചന രൂപേണ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും വ്യക്തമായ ആധികാരികമായി പറയാൻ കഴിയുന്ന തലത്തിലേക്ക് ഇപ്പോഴാണ് എത്തിയിട്ടുള്ളത്. ഇതിൽ ഹവാല ഇടപാട് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഹവാല ഇടപാടിലൂടെ പണ കൈമാറ്റം നടന്നിരിക്കുന്നുവെന്ന് ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് ആരോപണം ഉയരുമ്പോ ഇന്നത്തെ ദിവസം റിയാസ് അടക്കമുള്ളവരുടെ പ്രതികരണം ഞാൻ കേട്ടത്, വീണ ഒരു വ്യക്തിയാണ്, അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലയിലാണ്. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പിണറായി വിജയനോ മുഹമ്മദ് റിയാസിനോ അല്ലെങ്കിൽ CPMനോ കഴിയില്ല. കാരണം വീണ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. വീണ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ ഭാര്യയുമാണ്. അവർക്ക് വീണ എന്ന വ്യക്തിക്ക് അപ്പുറത്തേക്കുള്ള എല്ലാ സ്വാധീനവും എല്ലാ സാധ്യതകളും ഉടലെടുക്കുന്നത് അവർ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതും അവര് സംസ്ഥാന മന്ത്രിയുടെ ഭാര്യയാണ് എന്നതിൽ നിന്നുമാണ്. ഇന്ന് അവർക്ക് ഇന്ന് ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവർ സമാഹരിച്ചിട്ടുള്ള പണം മുഴുവൻ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ പിതാവ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നതും ഭർത്താവ് ഈ സംസ്ഥാന മന്ത്രിയായിരുന്നു എന്നതും കൊണ്ടാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും ഇതിൽ നിന്നും ഒഴിയാൻ കഴിയില്ല. CPM എന്ന പാർട്ടിക്ക് വീണ എന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇത്രയും വലിയ കൊള്ള നടത്തിയതിന് മറുപടി പറയാൻ ഈ 3 പേരും, പിണറായി വിജയനും മുഹമ്മദ് റിയാസും CPM എന്ന പാർട്ടിയും ബാധ്യസ്ഥരാണ്. ഇനിയും നിങ്ങൾക്ക് ഒളിച്ചു കളിക്കാൻ കഴിയില്ല. ഈ അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യങ്ങൾ, അതായത് EDയുടെ റെയ്ഡ് നടത്തിയപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ED ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞതും അവരുടെ റെയ്ഡ് തടസ്സപ്പെടുത്തിയതും അവരുടെ വാഹനം തല്ലിപ്പൊളിച്ചതുമെന്ന് ഇപ്പോ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്. അതിനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒന്നും കിട്ടിയില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അതായത് ദുബായിലേക്ക് പണം കടത്തിയതടക്കം 85 ലക്ഷം കടത്തിയതിന്റെ കണക്കുകളാണ് ഇപ്പോൾ അവർ സൂചിപ്പിക്കുന്നത്.
പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് അന്വേഷിച്ചാൽ മാത്രമേ അറിയുള്ളൂ. 20 കോടിയിലേറെ രൂപയുടെ ഹവാല ഇടപാടുകൾ നടന്നു എന്നും നിലവിൽ ഇഡിയുടെ പരാമർശത്തിലുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന സമയത്ത് പിണറായി വിജയനും കുടുംബവും നടത്തിയ കൊള്ളയുടെ ആഴങ്ങളിലേക്ക് കേരളം ഇനി അന്വേഷിച്ചിറങ്ങേണ്ടിയിരിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, പിണറായി വിജയന്റെ കുടുംബം നടത്തിയ കൊള്ള പോലെ തന്നെ വിവിധ ആളുകളും വിവിധ മന്ത്രിമാരും അതുമാരുടെ മേഖലകളും ഒക്കെ സമാനമായ കൊള്ള നടന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഗൗരവത്തോടുകൂടി പറയാനുള്ളത്, ഈ കൊള്ളയ്ക്ക് വേണ്ടി കേരളം വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളം വലിയ വില, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പിൽ ഒരു മുൻ മന്ത്രി നേരിട്ട് പറഞ്ഞതാണ്, മണലെടുക്കുന്നതിന് വേണ്ടി വെള്ളം തുറന്നു വിടാതെ വെച്ചതിന്റെ പേരിലാണ് ഇത്രയും വലിയ പ്രളയം ഉണ്ടായത് എന്ന്. ഇവർ പണം സമ്പാദിച്ചു, ഇവർ അഴിമതി നടത്തി, ഇവർ കൊള്ള നടത്തി എന്നത് മാത്രമല്ല, ഇവരുടെ അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇവരുടെ അഴിമതി കടന്നുപോയി. എന്നിട്ടും അതിന് ചൂട്ടുപിടിക്കുന്ന, കൊടപിടിക്കുന്ന, അതിനെ അനുകൂലിക്കുന്ന, അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ എല്ലാ നിലയ്ക്കും സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എന്ന പാർട്ടി സ്വീകരിച്ചത്. നാളിതുവരെ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ട് CPM-ന്റെ ഒരു നേതാവ് ഇത് ശരിയല്ല, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയില്ല. കാരണം ഇവരെല്ലാരും ഒന്നുകിൽ പങ്ക് പറ്റിയവരാണ്, അല്ലെങ്കിൽ ഭയം പിടികൂടിയവരാണ്. ഞാൻ ആദ്യം ഇത് ഉന്നയിച്ചപ്പോ എനിക്ക് നേരെ ബുൾഡോസറുകൾ പോലെയാണ് അന്വേഷണങ്ങൾ ഉണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 11 ഡിപ്പാർട്ട്മെന്റുകളുടെ അന്വേഷണം എനിക്കെതിരെ ഏർപ്പെടുത്തി. അതിനുശേഷം എനിക്കെതിരെ വിജിലൻസ് കേസെടുത്തു. എനിക്കെതിരെ വിജിലൻസ് കേസെടുക്കാൻ ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടാകും എന്നതാണല്ലോ എനിക്കെതിരെ എടുക്കാൻ കഴിയുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ തന്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകം, അതായത് തനിക്ക് താൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്നും ഒരുപാട് ഇരട്ടി കോടികൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവ് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അന്വേഷണം ആരിലേക്കാണ് നീളേണ്ടത്? ആരാണ് മറുപടി പറയേണ്ടത്? പിണറായി വിജയന്റെ മൗനം ഇനിയും ഒരുപക്ഷെ CPM അംഗീകരിക്കാൻ കഴിയും, പക്ഷെ ഒരു കാരണവശാലും കേരള സമൂഹത്തിന് ഇനിയും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള ഒരു പ്രിവിലേജ്, ഇത്രയും മുതിർന്ന ഒരു നേതാവ് എന്ന നിലയിൽ ദീർഘകാലം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നു എന്ന നേതാവ് എന്ന പ്രിവിലേജ് അങ്ങേക്കുണ്ടായിരുന്നുകൊണ്ട് അങ്ങ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇന്ന് പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കി എത്ര വട്ടമാണ് പച്ചക്കള്ളം ആവർത്തിച്ചത്? ഏറ്റവും ഒടുവിൽ ആവർത്തിച്ചത് ED വന്ന് പരിശോധിച്ചിട്ട് ഒന്നും കിട്ടാനുണ്ടായില്ല, ഒന്നുമില്ലാതെ അവർ മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നത് പിണറായി വിജയന്റെ മകളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അതായത് അവർ കൈകൊണ്ട് എഴുതിയ കണക്കുകളുടെ കണക്ക് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൽ കോടിക്കണക്കിന് രൂപ, 20 കോടിയിലേറെ രൂപ ഹവാല ഇടപാട് വഴി ട്രാൻസ്ഫർ ചെയ്തതായി അവർ കണ്ടെത്തിയിരിക്കുന്നു. ദുബായിലേക്ക്, വിദേശത്തേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു. ഇനിയും അങ്ങേക്ക് കൈകൾ ശുദ്ധമാണ് എന്ന് മലർത്തി പറഞ്ഞുകൊണ്ട് CPM പാർട്ടി കമ്മിറ്റിയിൽ വേണമെങ്കിൽ പറയാം, പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറയാൻ കഴിയില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസും ഇന്നത്തെ MLA-യുമായ മുഹമ്മദ് റിയാസും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം. ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രതികരണം എന്താണെന്ന് അറിയാനും എനിക്ക് താല്പര്യം. CPM പാർട്ടി വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട് കേട്ടോ കോഴിക്കോട്. എന്നാണ്? അടുത്ത നിമിഷങ്ങളിലാണ് എന്നാണ് പറയുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അതെ, ED ആക്രമിക്കുന്നതിന്റെ വിശദീകരണം. ED ആക്രമിക്കുന്ന ഇനിയും ആളുകളെ എനിക്ക് അങ്ങനെ കൂടി അഭ്യർത്ഥനയുണ്ട്. ഇനിയും പാവപ്പെട്ട ഈ CPM പ്രവർത്തകരെ, DYFIക്കാരെ, SFIക്കാരെ വെറുതെ ഇതിന്റെ പേരിൽ നിങ്ങൾ കുരുതി കൊടുക്കുക. വെറുതെ കുരുതി കൊടുത്ത ആ പാവങ്ങൾ എത്രയോ കാലം ജയിലിൽ പോയി കിടന്നു, ഒരു കാര്യമില്ല. ഇവരെല്ലാം വളരെ സൗഖ്യമായിട്ടും സുഖമായിട്ടും ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി അതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്ത് തന്നെയാണെങ്കിൽ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആരും പറഞ്ഞതല്ല, ഞങ്ങൾ ഇതിന്റെ സൂചന പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ സത്യമായി തെളിഞ്ഞു വരുന്നതിൽ അതിയായ സന്തോഷം എനിക്ക്.